ദൈവനാമത്തിന് സ്തോത്രം. എൻ്റെ പേര് CM സാബു. എൻ്റെ സ്ഥലം വെച്ചുച്ചിറ. എൻ്റെ ഭാര്യയുടെ പേര് സൂസൻ. എനിക്ക് 4 കുഞ്ഞുങ്ങൾ ദൈവം ദാനമായി തന്നിട്ടുണ്ട്. സാംസൺ, സാംജി, സാംലറ്റ്, സാംസന്ന. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുടുംബത്തെയും തേടി നസ്രയനായ യേശു ഭവനത്തിൽ എത്തുവാനായിട്ടിടയായി. ഞങ്ങൾ യേശുവിനെ അറിയാതിരുന്ന കാലത്താണ് നസ്രയൻ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിയത്. വാത്സല്യ എൻ്റെ മാതാവ് രോഗാതുരയായി ഭാരപ്പെട്ട് കാല് പഴുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് ഭവനത്തിൽ എത്തുകയുണ്ടായി. വേദനകൾ നിറഞ്ഞ ആ രാവുകൾ നിസ്സഹതയോടുകൂടെയാണ് ഞങ്ങൾ മക്കൾ 7 പേരും നോക്കി നിന്നിരുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ വേദന തുടങ്ങുന്ന ആ വാത്സല്യ മാതാവ് നിർവഴികളോടും വിധുന്ന മനസ്സോടും കരച്ചിലോടും കൂടെയാണ് ഓരോ രാത്രിയും പിന്നിട്ടത്. വല്ലവിധേന സൗഖ്യമുണ്ടാകുവാൻ ഞങ്ങൾക്കറിയാവുന്ന നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ ഒക്കെ ചെയ്തു നോക്കി. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ശിവാരാധന മൂർത്തിയായിട്ട് മൂർഖം പാമ്പിനെ 6 മാസം വീട്ടിൽ വളർത്തുകയുണ്ടായി. രാവിലെ 10 മണിക്ക് അതിന് പാല് കൊടുക്കുകയും അതിനെ പുലർത്തുകയും ചെയ്തിരുന്ന രണ്ടാമത്തെ ജ്യേഷ്ഠൻ ആ പാമ്പിനെ വളർത്തിയത് കൊണ്ട് എൻ്റെ മാതാവിന് സൗഖ്യമുണ്ടായതേയില്ല. വേദനകൾ കൂടുകയല്ലാതെ, നിലവിളി കൂടുകയല്ലാതെ കുറഞ്ഞതേയില്ല. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ശബരിമലയ്ക്ക് കെട്ടെടുത്തു. അതും സൗഖ്യത്തിന് കാരണമായതേ ഇല്ല. അറിയാവുന്ന ഇടത്തൊക്കെ പോകുകയും നേർച്ച കാഴ്ചകൾ ഒക്കെ നടത്തുകയും ചെയ്തുവെങ്കിലും ദിനേനെ എൻ്റെ മാതാവ് വേദന കൂടുകയും ഉറക്കം എന്നേക്കും അകലും എന്ന നിലയിൽ എത്തുകയും ചെയ്ത ഒരു പകലിൽ ഞങ്ങൾ അറിയാതെ 2 സുവിശേഷകർ ഞങ്ങളില്ലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ എത്തുകയും മാതാവിനോട് സൗഖ്യം വരുത്തുന്ന യേശുവിനെ കുറിച്ച് പറയുകയും മാതാവ് യേശുവിനെ വിശ്വസിക്കുകയും പ്രാർത്ഥിച്ച് അവർ കടന്നുപോയ അന്ന് രാത്രിയിൽ എൻ്റെ മാതാവ് സുഖമായി കിടന്നുറങ്ങി. എന്നാൽ ഈ വിവരം മാതാവ് ഞങ്ങളോട് പറഞ്ഞതേയില്ല. ഞങ്ങളുടെ നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ ഒക്കെയാണ് ഈ സൗഖ്യം, ഈ ഉറക്കം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ചില ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞ് സമ്പൂർണമായ സൗഖ്യം ലഭിച്ച മാതാവ് ആരാധനയ്ക്കായി കടന്നു പോകുകയും ആരാധന കഴിഞ്ഞ് കടന്നു വന്ന എൻ്റെ മാതാവിനെ ഭിത്തിയോട് ചേർത്ത് നിർത്തി പിതാവ് നാഭിക്ക് തൊഴിച്ച് താഴെയിട്ടത് ഇപ്പോഴും ഞാൻ വ്യക്തമായി ഓർക്കുന്നു. സുബോധം ലഭിച്ച മാതാവ് ഉപദ്രവത്തിന് പ്രതികരിക്കാതെ വിളമ്പി വെച്ച ഭക്ഷണം കൊടുത്ത് വിനീതയായും വിനയാംഗതയായും കാണുവാനിട്ടിടയായി. വീണ്ടും മാതാവ് ആരാധനയ്ക്ക് പോകും പതിവായിരുന്നു. ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന മാതാവിനെ പിതാവ് ഉപദ്രവിക്കുകയും പതിവായിരുന്നു. ഒരു ദിവസം പിതാവ് മാതാവിനെ അടിക്കുമ്പോൾ ഞാൻ തടയുകയും പിതാവിന്റെ കൈ എൻ്റെ കഴുത്തിന് വീണ് ബോധം നഷ്ടപ്പെട്ട് ഞാൻ നിലത്ത് വീഴുകയും ചെയ്തു. അതോടുകൂടെ പിതാവിന്റെ ഉപദ്രവം അമ്മയിൽ നിന്ന് മാറുകയും അമ്മയ്ക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ സത്യ ആരാധന എന്താണ് എന്ന്, സുവിശേഷം എന്താണോ എന്ന് വ്യക്തമായി അറിയുവാൻ കഴിയാതിരുന്ന ഞങ്ങൾ യഹോവ സാക്ഷി എന്ന പ്രസ്ഥാനത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നുപോയി. ആരാധന കഴിഞ്ഞ് ഞങ്ങൾ കടന്നു വരും. എന്നാൽ യാഥാർത്ഥ്യം എന്ത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞതേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വസ്തുവിറ്റ്, കൂത്താട്ടോടത്ത് വസ്തുവിറ്റ് വെച്ചുച്ചിറ സിറ്റിയിലെത്തുകയും ചില നാളുകൾ കഴിഞ്ഞ് മൂത്ത ജ്യേഷ്ഠന്റെ മൂത്ത കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞ് മരണാസന്ന തലത്തിലെത്തി മരിക്കപ്പെടുവാനിട്ടിടയായി. ആ കുഞ്ഞിന്റെ ശവം പെന്തക്കോസ്തരായ ദൈവദാസന്മാർ, WMയിലെ പാസ്റ്റർമാർ ആണ് അടക്കിയത്. അതിനുശേഷമാണ് ഞങ്ങൾ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് പോകുവാനായിട്ട് ഇടയായത്.
വീണ്ടും ആരാധനയ്ക്കായി കടന്നുപോയ മാതാവ് ആരാധന കഴിഞ്ഞ് കടന്നു പോരുമ്പോൾ ഞാനാണ് ആ മാതാവിനെ കൊണ്ടുവരുവാനിട്ടിടയാകുന്നത്. 2 സഹോദരിമാരും മാതാവുമായിട്ടാണ് ആരാധനയ്ക്ക് പോയിരുന്നത്. നേർച്ചകളോ കാഴ്ചകളോ പട്ടാഭിഷേകങ്ങളോ നെയ്യാഭിഷേകങ്ങളോ തൈലാഭിഷേകങ്ങളോ തേങ്ങ ഉടയ്ക്കലോ മെഴുതി കത്തിക്കലോ ഒറ്റക്കാൽ നിൽക്കലോ മലകയറലോ ഇറങ്ങലോ തകിടോ ചരടോ മഞ്ഞൾ പൊടിയോ ഒന്നും തന്നെ വിടുതലിന് കാരണമായി ഭവിക്കുകയില്ലെന്നും യഥാർത്ഥമായി വിടുവിക്കുന്നൊരു ദൈവമുണ്ട് എന്നറിയാം എങ്കിൽ കൂടെ ആരാധനയുള്ള ബന്ധത്തിൽ കൺഫ്യൂഷനായി ഞാൻ ആരാധനയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ 7 ദിവസം നടക്കുന്ന ആ പ്രാർത്ഥനയിൽ അന്നൊരു ദേവദാസൻ മുഴങ്കാൽമേലിരുന്ന് കൈയടിക്കുവാനായിട്ട് എല്ലാവരോടും ആവശ്യപ്പെടുകയും പിൻസീറ്റിരുന്ന് ഞാനും മുഴങ്കാൽമേലിരുന്ന് കൈയടിക്കുവാനായിട്ട് തുടങ്ങി. മുഴങ്കാൽമേലിരുന്ന് കൈയടിക്കുമ്പോൾ ഒരു ശക്തി തന്നെ ഇല്ലാതെ തുള്ളുവാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ചെറുപ്രായത്തിലെ ഞാൻ തുള്ളൽ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അടുത്ത ദിവസം ആരാധനയ്ക്ക് കടന്നു പോകുവാൻ അതൊരു പ്രചോദനമായി തീരുകയും ചെയ്തു. അടുത്ത ദിവസം ഞാൻ കടന്നു ചെന്ന് ഇടത്തും വലത്തും പറഞ്ഞിരുന്ന 2 പേർ പറഞ്ഞിരുന്ന അന്യഭാഷയും കാണാതെ പഠിച്ചതോടുകൂടെ ഇത് തട്ടിപ്പാണെന്നോ വെട്ടിപ്പാണെന്നോ ഒരു തോന്നൽ ഉണ്ടാവുകയും 3-ാം ദിവസം ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ആ കാരണം തന്നെ ഒരു പ്രചോദനമായി മാറി. 3-ാം ദിവസം വീണ്ടും ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ അന്നൊരു പ്രവാചകൻ ആ ചർച്ചിലെ പാസ്റ്റർ PJ മാത്യു കാനം ആത്മാവിൽ പ്രവചിക്കുവാൻ തുടങ്ങി. പ്രവചിച്ച് ഓരോരുത്തരോടും ദൂത് പറയുന്നതോടുകൂടെ ആ പ്രവചനവും ദൂതുമൊക്കെ ഞാൻ കാണാതെ പഠിക്കുവാനിട്ടിടയായി. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം എന്റെ ചുമലിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു, നിന്റെ ജീവചരിത്രം യോസഫിനെ പോലെയാണെന്നും എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമെന്നും ഞാൻ നിന്നെ ചേർക്കുമെന്നും പറഞ്ഞ ദൂത് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ സന്ദർഭങ്ങളിൽ 5 സഹോദരന്മാരും 2 സഹോദരിമാരുമുള്ള ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഞങ്ങളുടെ ഭവനത്തിൽ അസ്വാഭാവികമായി ഒന്നും ഉണ്ടാവില്ലെന്നും അസ്വസ്ഥത ഉണ്ടാവില്ല എന്നും വിചാരിച്ച് ഞാനതിനെ പുച്ഛിച്ചു തള്ളുകയും പിന്നീട് 1 വർഷം ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതിരിക്കുകയും ചെയ്തു. 1 വർഷം കഴിഞ്ഞ ശേഷമായി കാര്യങ്ങൾ തിരിഞ്ഞ് വന്നു. മദ്യപാനിയായ എന്റെ വാത്സല്യ പിതാവ്, മദ്യപാനികളായ എന്റെ 2 സഹോദരന്മാർ, ഭവനം ആകെ കലുഷിത നിലയിലെത്തി, അസമാധാനത്തിലെത്തി. മദ്യപിച്ച് കടന്നു വരുന്ന 3 പേർ ഒരു വീട്ടിൽ, ഭയത്തോടുകൂടെ കാണുന്ന മാതാവ്, ഭയജീവിതരായി കാണുന്ന സഹോദരിമാർ, അവരുടെ മുൻപിൽ സഹോദരങ്ങളുടെ ബന്ധത്തിൽ അവരുടെ സ്നേഹം നഷ്ടപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതം മടുത്ത് പഠിക്കുവാൻ കഴിയാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, അസ്വസ്ഥപരമായ നിലവാരത്തിൽ കഴിഞ്ഞപ്പോൾ ഈ ജീവിതം ഇനിയും വേണ്ട എന്നും മടുത്തു എന്ന് വിചാരിച്ച് ആത്മഹത്യയിലേക്ക് പോകുവാൻ ഒരു ദിവസം തീരുമാനമെടുത്ത് സ്കൂളിൽ പഠിച്ച മേശയിൽ പുസ്തകം വെച്ചിട്ട് പെരുന്തനരുവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതിന് വേണ്ടി കടന്നുപോയി. പ്ലാവേലും നിരവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞ പ്രവചന ദൂത് എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും, ഞാൻ നിന്നെ ചേർക്കും എന്നുള്ള ദൂത്. ഞാൻ അവിടുന്ന് മുൻപോട്ട് കടന്ന് അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. സ്കൂളിൽ പഠനമുള്ള ബന്ധത്തിൽ പഠിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിന് നടുവിൽ ഞാൻ ദൈവത്തോട് ചെറിയ പ്രായത്തിലെടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു: 1 ജോഡി ഡ്രസ്സും 1 നേരത്തെ ഭക്ഷണവും എനിക്ക് തന്നാൽ ഞാൻ നിന്റെ വേല ചെയ്തുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകുന്നത് വേപ്പാടം എന്ന് പറയുന്ന ഭവനത്തിലെ ജെയ്സൺ എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുൻപിലൂടെയാണ്. ഞാൻ കടന്നുപോയപ്പോൾ അവൻ എന്നെ വിളിക്കുകയും അവനെ ശ്രദ്ധിക്കാതെ ഞാൻ വീണ്ടും പോയപ്പോൾ മമ്മിയോട് പറഞ്ഞ് അവന്റെ മമ്മി വന്ന് എന്നെ വിളിച്ചു. നമ്മുടെ പപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് പപ്പയെ കാണുവാനായിട്ട് ഞാൻ ആ ഭവനത്തിലേക്ക് എത്തി. കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സമയത്ത് ശാരീരിക അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ദോഷത്തോടെ പപ്പ വീട്ടിൽ വരുന്ന അന്ന് ഇതുവഴി 3 കൂടി പോകുന്ന സമയത്ത് ഒരു കുട്ടിക്ക് 1 ജോഡി ഡ്രസ്സും 1 നേരത്തെ ഭക്ഷണവും കൊടുത്തുകൊള്ളാം നേർച്ച. അങ്ങനെ ആ 1 ജോഡി ഡ്രസ്സും 1 നേരത്തെ ഭക്ഷണവും എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചെറിയ പ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. തുടർന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവവചന പഠനത്തിന് വേണ്ടി നീങ്ങുവാനിട്ടിടയായി. ദൈവവചന പഠന സന്ദർഭങ്ങളിൽ മറ്റുള്ള മാതാപിതാക്കൾ കുട്ടികളെ കാണുവാൻ വരുമ്പോൾ എന്റെ അടുത്ത് വരുവാൻ മാതാപിതാക്കളില്ല. ഒരു നോട്ട്ബുക്ക് വാങ്ങുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ഞാൻ ദൈവവചനം പഠിച്ചത്.
ദൈവവചനം പഠിച്ച് 3 വർഷം ദൈവവചനം പഠിച്ച് 1986, 87, 88 കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. 88, 89 മൂലക്കയം ശബരിമല അടിവാരത്ത് സഭാചാരത്തിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ വല്ലവിധേന സുവിശേഷം എത്തിക്കണം എന്നുള്ള എന്റെ ആദ്യമമായ ആഗ്രഹമായിരുന്നു 1989 ലിവിംഗ് വോയിസ് ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു ടീം ആരംഭിക്കുവാനും സുവിശേഷ യോഗം പ്രാരംഭത്തിൽ നടത്തുവാനും ഉള്ള അവസരം ദൈവം നൽകി. എന്റെ ചെറിയ ബുദ്ധിയിൽ സുവിശേഷം നടത്തേണ്ടതിനു വേണ്ടി സാമ്പത്തികമായ സ്തോത്രകാഴ്ച ലഭ്യമാകും എന്ന് വിചാരിച്ചതായ സന്ദർഭങ്ങൾ, എന്നാൽ ഏകദേശം 1500 രൂപയോളം അന്ന് ഉണ്ടാകേണ്ടിയിരുന്നു. കൊടുക്കുവാൻ നിർവാഹം ഇല്ലാഞ്ഞതിനാൽ അവിടുന്ന് മൂലക്കയത്തൊന്നും വെച്ചുത്തറ വരെ രാത്രിയിൽ നടന്ന് വീട്ടിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ആ കടം വീട്ടുവാനായിട്ടിടയായി. അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. 2014 25 വർഷം എന്റെ കയ്യിലെ പൈസ കൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്യും എന്ന് ഞാൻ തീരുമാനം എടുക്കുകയും ശേഷം 1991 ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് കൂട്ടായി തന്ന പ്രിയപ്പെട്ടവളോട് ഞാനത് പറയുകയും ചെയ്തു. എനിക്ക് ലഭിക്കുന്ന അധ്വാനത്തിൽ നിന്ന് ശുശ്രൂഷയിൽ ലഭിക്കുന്ന നന്മ കൊണ്ട് കർത്താവിന്റെ വേല ചെയ്യും എന്ന് പറയുകയും പ്രിയപ്പെട്ടവളുടെ അധ്വാനം കൊണ്ട് വീട് കഴിയുന്ന ഒരു സാഹചര്യവും തീരുമാനം ഞങ്ങൾ തമ്മിൽ പരസ്പരം എടുത്ത് അവളുടെ അധ്വാനം കൊണ്ട് വീട് കഴിയുവാനിടയായി. കഴിഞ്ഞ ദീർഘ വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം സാവകാശം നൽകി. 3 വർഷം കൂടുമ്പോൾ മെഗാ ക്രൂസൈഡുകളും അത് 3ാമത്തെ വർഷം എല്ലാ മാസവും സുവിശേഷ യോഗങ്ങളും നടത്തുവാനുള്ള സാവകാശം ദൈവം നൽകി. എന്റെ കൂട്ടുകാർ പലപ്പോഴും കൂടെയുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, നീ ദൈവദാസന് നല്ല വീട് വെച്ച് അതിൽ പാർക്കുവാൻ പറയുമ്പോഴും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നെഞ്ചുനെറ്റിയും കൊടുത്ത് കർമ്മധീരമായി അധ്വാനം ചെയ്യുവാനുള്ള എന്റെ ആഗ്രഹം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തുവാൻ ദൈവം സാവകാശം നൽകി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അതിന്റെ ക്രമീകരണം ദൈവമൊരുക്കി. കഴിഞ്ഞ വർഷം മൂത്ത കുഞ്ഞ് സാംസൺ MBBSനായി ചൈനയിൽ അഡ്മിഷൻ ലഭിക്കുവാനിടയായി. അവിടെ MBBS ഫസ്റ്റ് ഇയർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കൂട്ടായി തന്ന പ്രിയപ്പെട്ടവർ സൗദി റിയാദിൽ ജോലി ചെയ്തു വരുന്നു. തുടർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സജീവ പങ്കാളിത്തത്തോടുകൂടെ വ്യത്യസ്ത നിലകളിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. 3 ആൺകുഞ്ഞുങ്ങളെയും 4ാമത് ഇളയ മകളെയും ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകുവാനായിട്ട് ഇടയായി. ക്രൈസ്തവ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ഒരു കാര്യം, ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രതികൂലങ്ങൾ ഇല്ല എന്നും അതിന്റെ നടുവിൽ വിടുവിക്കുന്നതായ ഒരു ദൈവമുണ്ട് എന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തൊട്ട് മുൻപ് കാട്ടുപോത്ത്, പിൻപിൽ കാട്ടിയെന്നായി, ഇടതുവശത്ത് ബാശാൻ കൂറ്റൻ കാള, വലതുവശത്ത് അലർന്ന സിംഹം. ഇത് പ്രതികൂലമാണ് എങ്കിലും പ്രതികൂലത്തിന് നടുവിൽ കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ ഇടയിൽ നിന്നും ഉത്തരമരളുന്ന ദൈവത്തെ കൂടെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ദീർഘവർഷങ്ങൾ WME എന്ന പ്രസ്ഥാനത്തിൽ കർത്താവിന്റെ വേല സജീവ പങ്കാളിത്തോട് ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ദൈവം കഴിഞ്ഞാൽ റവറൻഡ് OM രാജുകുട്ടി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ വിലപ്പെട്ട ദൈവദാസന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ, നിയോഗങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിലെ മനസ്സിലാക്കുവാൻ ദൈവം അവസരം നൽകി. എന്റെ വിജയത്തിന്റെ പ്രചോദനത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന വ്യക്തി അദ്ദേഹം കൂടെയാണ്. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു വാത്സല്യ മാതാവ് എനിക്കുണ്ട്. ദർശനത്തോടും വിശ്വാസത്തോടും ധീരമായി പ്രതികൂലങ്ങളിൽ തകരാതെ നിലനിന്ന വാത്സല്യ മാതാവിനെ ഈ അവസരം ഞാൻ ഓർക്കുകയാണ്. ഉപദ്രവങ്ങൾ അതികഠിനമായി ബാധിക്കപ്പെട്ട രംഗങ്ങളിലൊന്നും ഒരു ചുവട് പോലും പിന്മാറാതെ വിശ്വാസത്തിനു വേണ്ടി നിന്ന വാത്സല്യ മാതാവിന്റെ പ്രത്യാശയാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് ക്രൈസ്തവ രണാങ്കണത്തിൽ നിൽക്കുവാൻ ഭാഗ്യം നൽകിയത്. വളരെ മദ്യപാനിയായ, ഒരു അർത്ഥത്തിൽ വളരെ ക്രൂരനായ, അസ്വസ്ഥത സൃഷ്ടിക്കപ്പെട്ട എന്റെ വാത്സല്യ പിതാവ് വീണ്ടും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ക്രിസ്തുവിനോട് ചേരുവാനും വിശുദ്ധ ജീവിതം ചെയ്യുവാനും ദൈവം അവസരം നൽകി. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞതുപോലെ ഭവനമായി ദൈവത്തെ ആരാധിപ്പാൻ, കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. തലമുറയും അവരുടെ വിദ്യാഭ്യാസത്തോടെ ബന്ധത്തിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി
നന്നായി നീങ്ങുവാൻ സമർപ്പിക്കപ്പെടുവാൻ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ഇക്കാലം അത്രയും സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ഭരിച്ച് വഴി നടത്തുവാൻ ഇടയായി. കർത്താവിന് വേണ്ടി ഇറങ്ങിയ ഞങ്ങളെ ആത്മീയമായി മാത്രമല്ല ഭൗതികമായ തലങ്ങളിലും ദൈവനാമത്തോട് നിലകൊള്ളുവാൻ ദൈവം അവസരം നൽകുന്നു. 35ഓളം ബ്രാഞ്ച് ടീമും 1000ഓളം മെമ്പേഴ്സുമുള്ള 100ഓളം ലീഡേഴ്സുമുള്ള അനുഗ്രഹീതമായ ടീമിന്റെ പ്രവർത്തനം ചെയ്യുവാനുള്ള അവസരം ദൈവം ഞങ്ങൾക്ക് നൽകുന്നു. KC ജോർജ് സാറ്, BJ ജെയിംസ് സാറ്, റവറൻ OM രാജുകുട്ടി തുടങ്ങിയ ചർച്ച് ലീഡേഴ്സായ കർത്താവിന്റെ ദാസന്മാർ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങളും ദൈവം നൽകിയത് വലിയ കാര്യമായി കാണുന്നു. ദൈവ നാമമഹത്വത്തിനു വേണ്ടി ശിഷ്ടകാലം സമർപ്പിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സൗകര്യം സമർപ്പിക്കുന്നു. കഷ്ടതയുടെയും വേദനയുടെയും പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും ജീവിതത്തിന്റെ നാളുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനുള്ള ദൈവസന്നിധിയിലുള്ള താല്പര്യം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ദൈവം ഞങ്ങളെ നടത്തുവാനായിട്ട് ദൈവം അവസരം നൽകി. മൂത്ത ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകുമ്പോൾ അടുത്ത പെൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ചത് ആൺകുഞ്ഞാണ്. മൂന്നാമത്തത് ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മൂന്നാമത് ഒരു ആൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എങ്കിലും വളരെ പ്രാർത്ഥനയോടെ ഞങ്ങളായിരുന്നു. ഈ സമയത്ത് മൂന്നാമത്തെ കുഞ്ഞിനെ ലഭിച്ച ശേഷമായി വീണ്ടും ഇനിയും കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള നിലയിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് ഷുഗർ കംപ്ലൈന്റ് നിമിത്തമായി ഞങ്ങൾക്ക് തുടർന്നുള്ള ക്രമീകരണം ചെയ്യുവാൻ കഴിഞ്ഞില്ല. ചില വർഷങ്ങൾ 7 വർഷത്തോളം കഴിഞ്ഞ ശേഷമായി വീണ്ടും ദാനമായി കൂട്ടായി തന്ന പ്രിയപ്പെട്ടവൾ പ്രഗ്നന്റായി. 4ാമത് ഒരു കുഞ്ഞിനെയും ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകുവാനായിട്ടിടയായി. അത് പെൺകുഞ്ഞായിരുന്നു. ആ ഷുഗർ കംപ്ലൈന്റ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 1989 മൂലക്കയത്ത് വെച്ച് നടന്ന സുവിശേഷ യോഗങ്ങൾ ചിലത് എന്നെ പഠിപ്പിപ്പാൻ ഇടയായി തീർന്നു. മറ്റൊന്നല്ല, കൺവെൻഷന് വേണ്ടി അന്ന് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ആ സുവിശേഷ യോഗം നടത്തിയിരുന്നത്. കോടി കോളനിയിൽ ഒരു മൊബൈൽ ക്രൂസൈഡുകാരോടാണ് വരുവാനായിട്ട് അന്ന് പറഞ്ഞിരുന്നത്. ഏകദേശം 9 മണി അടുത്ത സമയത്ത് പമ്പാവാലിയിൽ എത്തണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് 9 മണിക്ക് എത്തേണ്ടതായിട്ടുണ്ട്. 8:45 മൂലക്കയത്ത് ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഈ സമയത്ത് അവിടെ 15 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക വളരെ ദുഷ്കരമായ കാര്യമാണ്. ഷാരുവല്ല പാസ്റ്റർ KM പീറ്ററുടെ സൈക്കിൾ ഞാൻ വാങ്ങുകയും അവിടേക്ക് പോകുവാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തു. ആ സൈക്കിൾ എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നതായ സമയത്ത് ഡ്രസ്സ് ഇടുവാനിട്ടതിന് വേണ്ടി കെട്ടിയ കയറ് കണ്ണിൽ അടിച്ച് കണ്ണ് രണ്ടും കഠിനമേറിയ നിലയിൽ വേദനപ്പെട്ടു. കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം എടുക്കുവാനിട്ടിടയായി. ഈ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് എന്റെ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചത്. സുവിശേഷ യോഗം നടത്തേണ്ടതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞാൻ ക്രമീകരിച്ചു. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ തമ്പുരാന് സർവശക്തന് ഉള്ളതാണ്. എന്റെ കണ്ണിൽ ഈ വേദന ഉണ്ടായത്, കണ്ണിൽ കയറടിക്കുവാൻ കാരണം പിശാചാണ് എന്നൊരു ചിന്ത എനിക്കില്ല. കാരണം ഈ സമയത്ത് സംരക്ഷിക്കേണ്ട കടമ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവമാണിത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനിയും മുൻപോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് മൂലക്കയത്ത് എത്തുവാനായിട്ടിടയായി. മൂലക്കയത്ത് എത്തിയ സമയത്ത് പമ്പാവാലിയിൽ വരേണ്ടതായ വാഹനം മൂലക്കയത്ത് എത്തിയതായി കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അന്ന് എനിക്ക് മനസ്സിലാകുകയും ഒരു കാര്യം ഞാൻ ഉറപ്പാക്കുകയും ചെയ്തു. ദൈവം നന്മയ്ക്ക് അല്ലാതെ തിന്മയ്ക്കായി യാതൊന്നും ചെയ്യുന്ന ദൈവമല്ല എന്ന് എന്നെ ആ അനുഭവം പഠിപ്പിച്ചു. അതുമുതൽ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്നും ഏതെങ്കിലും തലത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നും ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ പിന്നിൽ ഉണ്ട് എന്നും മനസ്സിലാക്കുവാനായിട്ട് അവസരം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ അത് പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളായിട്ട് മാറുവാനായിട്ട് ഇടയായത് അടുത്ത സമയത്ത് എൻ്റെ മൂത്ത കുഞ്ഞ് ടീമിന്റെ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു ദേവദാസനെ കനകപ്പുറത്ത് കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വനത്തിലൂടെ വരുന്നതായ സമയത്ത് കാട്ടുമൃഗത്തെ ഇടിച്ച് ബൈക്ക് വനത്തിൽ വീഴുവാനായിട്ടിടയായി.
നെറ്റി പൊട്ടി രക്തം വാർന്ന് ബോധം നഷ്ടപ്പെട്ട് ഏകദേശം രാത്രി 11 മണിക്ക് കനപ്പല വനത്തിൽ കുഞ്ഞ് കിടക്കുകയാണ്. അന്ന് രാത്രിയിൽ കൺവെൻഷന് വീഡിയോ എടുത്ത സഹോദരന്മാർ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതായ സമയത്ത് ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം തിരിഞ്ഞ് അവർക്ക് പോകണം. ആ സമയത്ത് ഒരു കാട്ടുമുയൽ മെയിൻ റോഡിലേക്ക് ചാടുകയും ആ കാട്ടുമുയലിനെ പിടിക്കേണ്ടതിന് വേണ്ടി അതിന്റെ പുറകെ പ്രിയ വീഡിയോഗ്രാഫർ പോകുവാനായിട്ടിടയായി. എന്നാൽ സംഭവിച്ചത് ആ കാട്ടുമുയൽ വന്നു നിന്നത് മോൻ രക്തം വാർന്നു കിടന്ന ആ വനത്തിന്റെ നടുവിലായിരുന്നു. പെട്ടെന്ന് വിവരം അറിയിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കുവാനായിട്ടിടയായി. അതിനുശേഷമായി ഹോസ്പിറ്റലിൽ എത്തിച്ച മകനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നതായ സമയത്ത് കുഞ്ഞിനോട് ഈ സാഹചര്യത്തെ നീ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ ചോദിക്കുവാനിടയായി. കാരണം പ്രതികൂലങ്ങൾ ഇല്ല എന്നും അതിന് നടുവിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി ഉണ്ട് എന്നും ആണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. മോന്റെ അടുത്ത് ആ വീഡിയോഗ്രാഫർ ഇങ്ങനെയാണ് പറഞ്ഞത്, കാട്ടുമുയലിന്റെ രൂപത്തിലാണ് ദൈവം നിനക്ക് പ്രത്യക്ഷനായത്. ഞാൻ മോനോട് ചോദിച്ചു, ഈ പ്രതികൂല സാഹചര്യങ്ങളെ നീ എങ്ങനെയാണ് കാണുന്നത്, ഈ അപകടത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? മോൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, പപ്പ ഞാൻ MBBSന് പോകുന്നത് ചൈനയിലേക്കാണ്, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല. എനിക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. എന്നാൽ കാട്ടിലും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഏത് രാജ്യത്തും ഞാൻ പോകാം എന്ന് പറയുവാനിട്ടിടയായി. ചെറിയ പ്രായത്തിൽ തന്നെ പ്രതികൂലങ്ങളോ ബന്ധനങ്ങളോ ആഭിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ നേർച്ച കാഴ്ചകളോ ഒന്നും തന്നെ ഒരു ദൈവവേദന് പ്രതികൂലമായി ബാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവം തെരഞ്ഞെടുത്തവരെ, അഭിഷേകമുള്ളവരെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല, സഭയുടെ ചാർജിൽ ഞാനായിരിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നു. പുനലൂർ നരിക്കൽ എന്ന സഭയിൽ ഞാൻ ചാർജിലേക്ക് എത്തുമ്പോൾ കൂടെയുള്ള ദൈവദാസന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു, വളരെ വിദൂര സ്ഥലങ്ങളിലേക്ക് ഇനിയും പോകേണ്ടതായി വരുന്നില്ല. പുനലൂരോ ഹൈറേഞ്ചോ മലബാറോ ഏറിയയിൽ പോകുന്ന ദൈവദാസന്മാർക്ക് വീണ്ടും മറ്റ് ദൂരെ സ്ഥലത്ത് പോകേണ്ടി വരില്ല എന്നുള്ളത് ഒരാശ്വാസമായിരുന്നു. എന്നാൽ പുനലൂര് സഭയിൽ നിന്നും വീണ്ടും എനിക്ക് സഭാ ചാർജ് വെച്ചത് മലബാർ സഭയിലേക്കാണ്. ഈ സഭയിലേക്ക് ചാർജ് അറിഞ്ഞ് ഞാൻ അത് മാറ്റേണ്ടതിന് വേണ്ടി ഞാൻ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോൾ അഭിഷിക്ത ദേവദാസൻ പറഞ്ഞു, ദൈവം ഈ നാളുകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കുകയും ഈ കാലഘട്ടത്തിൽ ദൈവം നന്നായി ഉപയോഗിക്കും. ആ പ്രദേശത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടും ദൈവ നിയോഗപ്രകാരമാണ് ഞങ്ങൾ അവിടെ അയച്ചത്. ഇത് കഴിഞ്ഞ ഏതൊരു നാളുകളെക്കാൾ പ്രയോജനപ്രദമായി തീരും എന്ന് പറയുവാനിട്ടിടയായി. എങ്കിലും മാനസികമായ ഭാരം എനിക്കുണ്ടായി. എങ്ങനെ അവിടേക്ക് പോകും എന്നുള്ള ബുദ്ധിമുട്ട്, ഭാരം എനിക്കുണ്ടായി. ഞാൻ തിരിച്ച് ഭവനത്തിലേക്ക് എത്തുവാനായിട്ടിടയായി. ഭവനത്തിൽ എത്തിയ സമയത്ത് ഞാൻ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നതായ സമയത്ത് ഞാൻ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ടത് സഭാ ചാർജിൽ അടുത്ത ഞായറാഴ്ച സഭാ ചാർജ് എടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ച സെന്റ് ഓഫ് യോഗം നടക്കണം. ശനിയാഴ്ച യാത്ര ആവേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുവാനായിട്ടിടയായി. ആ സ്വപ്നം കണ്ടത് റാന്നിയിൽ ഏകദേശം 2 മണിയാകുമ്പോൾ നിൽക്കുന്നതായ സ്വപ്നമാണ് കാണുവാൻ കഴിഞ്ഞത്. തൃശ്ശിലേക്ക് ഞായറാഴ്ച ചാർജ് എടുക്കേണ്ട ഞാൻ വെള്ളിയാഴ്ച സെന്റ് ഓഫിന് പോകേണ്ടതായ ഞാൻ ഒരിക്കലും അത് നടക്കാൻ പാടില്ല എന്നെനിക്കറിയാം. എന്നാൽ സംഭവിച്ചത് അവിടെ തൃശ്ശിലേരിയിൽ ആയിരുന്ന ദേവദാസന് കൂട്ടായി കൊടുത്ത പ്രിയപ്പെട്ടവൾ പ്രഗ്നന്റ് ആയിരുന്നു. പ്രിയപ്പെട്ടവൾ പെയിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയും ഡോക്ടർ ബെഡ് റെസ്റ്റിന് നിർദ്ദേശിക്കുകയും തന്മൂലം അവിടെ നിന്ന് പ്രിയപ്പെട്ടവർക്ക് അവരെ ഏൽപ്പിക്കപ്പെട്ട നെടുമ്പാല സഭയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല എന്ന ഒരു നിലയിൽ എത്തി. പകരം ഞങ്ങൾക്ക് അവിടെ എത്തുവാനായിട്ടിടയായി തീർന്നു. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ദൈവം ആ നിലകളിൽ മാനിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ എത്തുവാനുള്ള അവസരങ്ങൾ സൂക്ഷിപ്പാനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് തന്നു. 2007 നവംബർ മാസം 10-ാം തീയതി ദൈവം എനിക്ക് തന്ന ഒരു സ്വപ്നമായിരുന്നു. ഷാർദയിൽ സാമെന്ന് പറയുന്ന ഒരാളെ അഭിഷേകം ചെയ്യണം എന്ന് ആയിരുന്നു ആ സ്വപ്നത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. വീണ്ടും ഞാൻ പാസ്പോർട്ട് എടുക്കുകയും റാന്നിയിൽ കാച്ചാണം വർക്കിച്ചാൻ ഗൾഫിന് പോകേണ്ടതിനുള്ള ക്രമീകരണം എനിക്ക് നൽകുവാനായിട്ട് ഇടയായി. അങ്ങനെ
ഷാർജയിൽ പോകാനുള്ള ക്രമീകരണം ചെയ്തു. ടിക്കറ്റിന് വേണ്ടിയുള്ള ക്രമീകരണം സക്കീർ ഹുസൈന്റെ ഓഫീസിൽ ടിക്കറ്റും വിസയുടെ കോപ്പിയും കൊടുക്കുവാനായിട്ട് ഇടയായി. വിസയുടെ കോപ്പി കൊടുത്തു, ടിക്കറ്റിന് ഉള്ള പൈസയും കൊടുത്തിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടതിന് വേണ്ടി ഞാൻ സക്കീർ ഹുസൈന്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസ് അടഞ്ഞു കിടക്കുന്നതും അവിടെ അധികം ആളുകൾ നിൽക്കുന്നതുമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സക്കീർ ഹുസൈൻ വിദേശം കടന്നു 4 ദിവസമായി എന്ന് പറയുമ്പോൾ എന്റെ പാസ്പോർട്ട്, എന്റെ വിസയുടെ കോപ്പി, ടിക്കറ്റിനുള്ള ക്യാഷ് ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു തലത്തിൽ എത്തി. എങ്കിലും ദൈവം നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായി ഒന്നും ചെയ്യുകയില്ല എന്നുള്ള എന്റെ വിശ്വാസത്താൽ ഞാൻ ധൈര്യത്തോടുകൂടെ ഭവനത്തിലേക്ക് കടന്നുപോയി. 22-ാം തീയതി അതുകൊണ്ട് എനിക്ക് അബുദാബിയിൽ എത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പാസ്റ്റർ PC ചെറിയാന്റെ മകളുടെ വിവാഹത്തിന് എനിക്ക് പോകേണ്ടതായി വന്നു. ഞാൻ അവിടേക്ക് വിവാഹത്തിനായി കടന്നുപോയ സമയത്ത് പാസ്റ്റർ PC ചെറിയാന്റെ അനുജനാണ് എന്നെ അവിടെ സ്വീകരിക്കേണ്ടതിന് വേണ്ടി അബുദാബിയിൽ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. അബുദാബിയിൽ നിന്ന് അദ്ദേഹം PC ചെറിയാന്റെ മകളുടെ വിവാഹത്തിനായി എത്തി. അദ്ദേഹം എന്നടുത്ത് എന്തുകൊണ്ട് വരുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും വിവാഹമെല്ലാം കഴിഞ്ഞ ശേഷമായി വിസയുടെ കോപ്പി എന്നോട് ആവശ്യപ്പെടുകയും വിസയുടെ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ വരാതിരുന്നത് കാര്യമായി. പാസ്റ്ററെ ദുബൈയിൽ കാച്ചാണ വർക്കിച്ചാലാണ് സ്പോൺസർ ചെയ്തത്. പാസ്റ്റർ താമസ സൗകര്യത്തിന് അബുദാബിയിൽ എയർപോർട്ടിലാണ് വരുന്നത്. അബുദാബിയിൽ എയർപോർട്ടിൽ ഇറങ്ങി 1 മണിക്കൂറിനകത്ത് ഒറിജിനൽ വിസ ഇല്ലെങ്കിൽ ജയിലിൽ പോകും, തിരിച്ച് ഒരിക്കലും വരികയില്ല. പാസ്റ്റർ ദുബൈയിലാണ് കാച്ചാണ വർക്കിച്ചാൻ വിസ ഇടുക എന്ന് പറയുവാനായിട്ട് ഇടയായി. അതും ദൈവം നന്മയ്ക്കായി ചെയ്തു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. വീണ്ടും ഞാൻ സക്കീർ ഹുസൈന്റെ ഓഫീസിൽ ചെന്നപ്പോൾ സക്കീർ ഹുസൈൻ സാജൻ എന്ന് പറയുന്ന ഒരു സഹോദരന് ഈ ഓഫീസ് വിറ്റിരുന്നു. ഞാൻ എന്റെ 13,500 രൂപ ഇവിടെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് 13,000 ടിക്കറ്റ് എടുത്ത ശേഷമായിരുന്നു സക്കീർ ഹുസൈൻ വിദേശം കടന്നത്. ഞാൻ അവിടേക്ക് 13,500 രൂപ കൊണ്ട് ചെന്നു. സാജൻ എനിക്ക് ടിക്കറ്റ്, വിസയും പാസ്പോർട്ടും ഒക്കെ തന്ന് അങ്ങനെ ഞാൻ ഗൾഫിൽ എത്തുമ്പോൾ അവിടെ PC ചെറിയാന്റെ മകളുടെ കല്യാണത്തിന് വെച്ച് തന്നെ മറ്റൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ അബുദാബിയിൽ ഇറങ്ങണ്ട, ദുബൈയിൽ എയർപോർട്ടിൽ വന്നാൽ മതി, ഞാൻ അവിടെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്വീകരിക്കുകയും അബുദാബിയിൽ വീണ്ടും എത്തുവാനായിട്ട് ഇടയായി. അവിടെ ശുശ്രൂഷ ബന്ധത്തിൽ ഞാനായിരിക്കുന്ന സമയത്ത് ദൈവം നടത്തിയ അത്ഭുതങ്ങൾ ഞാൻ ഓർക്കുന്നു. മുസ്തഫയിൽ ശുശ്രൂഷയിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാനുള്ള ഭാഗ്യം ദൈവം നൽകി. എന്നെ മാത്രമല്ല, എനിക്ക് കൂട്ടാത്തുന്ന പ്രിയപ്പെട്ടവളും വിദേശത്ത് പോകാനുള്ള അവസരം, മൂത്ത കുഞ്ഞിനും വിദേശത്ത് പോകാനുള്ള അവസരം ദൈവം തന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഏതൊരു നാളുകളെക്കാൾ ദൈവം നൽകിയ ദൈവിക നന്മകളെ ഈ അവസരം ഓർക്കുകയും അതിന് പ്രചോദനമായി തീർന്നിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരം ഓർപ്പിക്കുന്നു. പ്രത്യേകാൽ കൂട്ടായി തന്ന പ്രിയപ്പെട്ട സൂസൻ, സാംസൺ, സാംലറ്റ്, 4 കുഞ്ഞുങ്ങളും, എന്റെ പിതാവ്, മാതാവ്, എന്റെ സഹോദരങ്ങളും വളരെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്ന യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവജനത്തിന്റെ മുൻപിൽ ശിഷ്ടകാലം കർത്താവിന് വേണ്ടി ദൈവത്തിന് വേല ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുന്നു. പ്രത്യേകം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളോ ക്ഷീണിതരോ മാനസികമായ ക്ലേശമുള്ളവരോ കടഭാരമുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേർച്ചകളോ കാഴ്ചകളോ മറ്റ് പട്ടാഭിഷേകങ്ങളോ ഏതെങ്കിലും സാഹചര്യങ്ങളോ നിങ്ങളെ രക്ഷിക്കുകയില്ല. വിടുവിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. സകലത്തിനും ഉത്തരം യേശുക്രിസ്തുവാണ് ഞങ്ങളെ വിടുവിച്ചത്. സകലരെയും വിടുവിപ്പാൻ യേശു ശക്തനാണ്. അതിനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്തു.